ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ സൈൻസ് റെഡിയാണ്. അപ്പോൾ ഈ ഗെയിം കളിച്ചിട്ടുള്ളവരും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നേരെ വീഡിയോ. അതേ ഇന്ത്യൻ ബാക്കൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇതെടുത്ത് പോകാം. നമ്മുടെ ഇനി നമുക്ക് ഒരു വീട് സെറ്റ് ചെയ്യണം. ഓൾറെഡി ഞാനൊരു വീട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിൽഡിങ്ങിൻ്റെ മേലെ അല്ലെങ്കിൽ നമുക്ക് റാമ്പ് സെറ്റ് ചെയ്താൽ മതി. അതാ നല്ലത്. അപ്പോൾ നമുക്ക് റാമ്പ് സെറ്റ് ചെയ്യാം. ഒരു സ്ഥലം വേണം അതിന്. അതാണ് ഇപ്പോൾ പ്രശ്നം. നമുക്ക് ഈ സ്ഥലം മതി. ഇവിടെ നമുക്ക് തുടരാം. അപ്പോൾ ഞാനിപ്പോൾ കണ്ടെയ്നറൊക്കെ വിളിക്കാൻ പോവാണ്. C1 വിളിക്കാൻ പോവാണ്. C1 ടൈപ്പ് ചെയ്യണം. C1 CQ അല്ല C1 ടൈപ്പ് ചെയ്തിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ റെഡ് കളർ കണ്ടെയ്നർ വരും. നമ്മൾ ബ്ലൂ കളർ കണ്ടെയ്നർ വിളിക്കാൻ പോവാണ്. ഇനി ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ നമ്മൾ വിളിക്കാൻ പോവാണ്. C2 നടിച്ചിട്ട് ഇനി നമുക്ക് മോഡ് ഓൺ നടിക്കാം. ഇനി വേണ്ട, നമുക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ളത് ഒരു റാമ്പ് സെറ്റ് ചെയ്യണം. ഗൈസ്, വാട്ട് സെറ്റ് ചെയ്ത് തുടങ്ങണം. നമുക്ക് C3 വിളിക്കാം. അപ്പോൾ വെള്ള കണ്ടെയ്നർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് C4 വിളിക്കാം. നമുക്ക് C4 വിളിക്കാം. നമ്മൾ C4 വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മഞ്ഞ കണ്ടെയ്നർ വന്നിട്ടുണ്ട്. ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട് അതിൽ. നമുക്ക് ഇനി C5 വിളിക്കാം. നമുക്ക് C5 വിളിക്കാം. C5 വിളിച്ചപ്പോൾ ഒരു ബ്ലൂ കളർ കണ്ടെയ്നറാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഫിനിഷ് ലൈനിന് നമുക്ക് ഒരു ഇത് സെറ്റ് ചെയ്യാം. ഒരു മതിൽ തന്നെ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഫസ്റ്റ് ഒരു റാമ്പ് സെറ്റ് ചെയ്യണം. നല്ലോണം പറ്റുള്ളൂ. ഒരു റാമ്പ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആർജസ്റ്റൂൾ ആപ്പിൽ നമ്മൾ R1 അടിക്കുക. അപ്പോൾ ഒരു റാമ്പ് സ്പോണാകും. ബട്ട് ഇതിലൊരു റാമ്പാണുള്ളൂ ഗൈസ്. നമുക്ക് മോഡ് ഓൺ അടിക്കാം. മോഡ് ഓൺ MD ഓൺ അടിച്ചാലും മതി. ഞാൻ MD ഓൺ അടിക്കുകയാണ്. സിമ്പിളായിട്ടുള്ള വഴിയാണ്.
റാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫുൾ വ്യൂ കിട്ടണമെങ്കിൽ ഫുൾ വ്യൂ ആക്കിയിട്ടുണ്ട്. ശരിയായില്ല. അപ്പോൾ ശരിയായിട്ടുണ്ട്. നമുക്കിവിടെ മതിലുകൾ വാൾസ് W1 അടിക്കാം. W1 നമ്മൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു മതിലും കൂടെ വിളിക്കാം. അങ്ങനെ നമ്മൾ കുറേ മതിൽ വിളിക്കണം. കുറേ മതിൽ വിളിക്കാൻ നമുക്ക് സെറ്റ് ചെയ്യണം. റാമ്പ് തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇനി ഇവിടെ ഒരു ഇതും കൂടെ വിളിക്കാം. ഇവിടെ ഒരു ആളും കൂടെ വിളിക്കാം. നമുക്ക് ഇവിടെ ഒരു ആളും കൂടെ വിളിക്കാം. വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആൾ. നമ്മൾ അതും വിളിച്ചിട്ടുണ്ട്. നമുക്ക് അറ്റത്തൊട്ട് പോകാം. അറ്റത്തൊട്ടല്ല, ഇവിടെ തന്നെയാണ് പണി. ഇവിടെ കുറച്ച് പണികളുണ്ട്. നമുക്ക് വാൾ വേണം. ഒരു വാളും കൂടെ വിളിച്ചിട്ട് റെഡി ആക്കാം. സെറ്റ് ചെയ്ത് പോകണം. അങ്ങനെ ഇനി വാൾ വിളിക്കണ്ട. നമുക്ക് അപ്പുറത്തെ സൈഡിലും വിളിക്കാം. അപ്പം നമ്മൾ ഒരു വാളും കൂടെ വിളിക്കണം. എസ് അല്ല, W1. അപ്പോൾ നമ്മൾ W1 അടിച്ചിട്ട് വാളൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇനി ഒരു വാളും കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഫിനിഷ് ലൈൻ റെഡി ആയിട്ടുണ്ട്. അല്ല ഗൈസ്, ഒരു കാര്യം മറന്നു. നമ്മളൊരു കാര്യം മറന്നിട്ടുണ്ട്. ഇനി അതുവരെ ഓടിപ്പോണം ഗൈസ്. അവിടെ ഫോർച്യൂണറിൻ്റെ അവിടെയാണ് പരിപാടി. നമ്മൾ തുടങ്ങൂലേ, ആ സ്ഥലം വേണ്ടത്. അതിനു വേണ്ടി നമ്മൾ റാമ്പ് 1 ഒരു റാമ്പ് വിളിക്കും. മോഡ് ഓൺ അടിക്കാം. ഇപ്പോൾ മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ റാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു ബൈക്ക് വിളിക്കുകയാണ്. ശരിയാവുകയാണെങ്കിൽ നമുക്ക് ഇതന്നെ മതി. അപ്പോൾ ഇതന്നെ മതി. നമുക്ക് ശരിയാവുകയാണെങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ സ്വന്തം നിഞ്ച വിളിക്കാം. എനിക്കിഷ്ടമുള്ളത് നിഞ്ചയാണ്.
കാവാസാക്കി വെച്ചിട്ട് വേണം. നമുക്ക് സ്പീഡിൽ പോകണം. സ്പീഡിൽ പോയിട്ട് ഒറ്റ ചാട്ടം. എത്ര സ്പീഡൊക്കെ മതി. അയ്യോ ഗൈസ്, എന്താണിത്? എന്നാലും റാമ്പ് സെറ്റായിട്ടുണ്ട്. റാമ്പ് റെഡിയാണ്. അപ്പോൾ ഈ ഒന്നുകൂടെ നമുക്ക് ശ്രമിച്ച് നോക്കാം. നമുക്ക് പതുക്കെയായിരുന്നു പോകേണ്ടത്. നമുക്ക് പതുക്കെ പോകാം, വളരെ പതുക്കെ പോകാം. ഇത് ഇനി നമ്മൾ ഗ്രാനി 3ൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഗൈസ്, എന്താണ് ഗൈസ്, പറ്റണില്ലല്ലോ. എൻ്റെ റാമ്പ് സെറ്റായിട്ടുണ്ട്. ഫിനിഷ് ലൈനൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഗൈസ്, എന്താണ് ഗൈസ്? നമുക്കൊന്ന് റെഡി ആക്കണം. റാമ്പൊന്ന് സെറ്റ് ചെയ്യാം. എല്ലാ ഗൈസ് തന്നിട്ട് പിടിച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അല്ല ഗൈസ്, നമ്മൾ ബോർഡ് ഓഫ് ചെയ്താൽ ഇല്ല ഗൈസ്, നമ്മൾ ബോർഡ് ഓഫ് ചെയ്തിട്ടില്ല. ഒന്നുകൂടെ മോഡ് ഓണാക്കാം. ഒന്നുകൂടെ മോഡ് ഓണാക്കിയിട്ടുണ്ടായിരുന്നു. വെറുതെ അല്ല, മോഡ് ഓഫായി കിടക്കായിരുന്നു. നമുക്ക് തിരിച്ച് പോകാം. റാമ്പ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോകാം. നമുക്ക് മോഡ് ഓഫ് എന്നടിക്കാം. മോഡ് ഓഫാക്കിയിട്ടുണ്ട്. നമ്മൾ മോഡ് ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാം. പാളിപ്പൊഴിച്ചു, മണ്ടത്തരം പറ്റിപ്പോയി ഗൈസ്, സോറി. നമുക്ക് ഒന്നുകൂടെ മോഡ് ഓൺ എന്നടിക്കാം. ജസ്റ്റ് പിടിക്കാം. MD ഓൺ. ഇപ്പോൾ മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ബാക്ക് എടുക്കാം. ഇപ്പോൾ സെറ്റാണ്. ഇപ്പോൾ സെറ്റല്ലേ? സെറ്റല്ല. ഒന്നുകൂടെ ഒന്ന് ബാക്ക് എടുക്കണം. ബാക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടെയ്നറൊന്ന് വലുതാക്കണം ഗൈസ്. ഇതിനുവേണ്ടി നമുക്ക് മുകളിലോട്ട് നോക്കാം.
അല്ലെങ്കിൽ വേണ്ട ഗൈസ്. നമുക്ക് ഈ റാം പൊട്ടിച്ചളയാനായിട്ട് നമ്മൾ MD ഓൺ എന്നടിക്കുക. നമ്മുടെ പിസ്റ്റൾ എടുക്കുക. എന്നിട്ട് നമ്മളിത് പൊട്ടിച്ചു ഗൈസ്. നമ്മളങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇപ്പം ഒരു സാധാരണ റാമ്പായി കിട്ടിയിട്ടുണ്ട്. റാമ്പ് തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഒരു കാര്യം ചെയ്യാം. നമ്മൾ ടെസ്റ്റ് ചെയ്യാണ് ഇപ്പോൾ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കൊരു വാള് കൂടെ വിളിക്കാം. അപ്പം സെറ്റാണ്. ആർജസ്റ്റുള്ള ആപ്പ് എടുക്കണം. ആർജസ്റ്റുള്ള ആപ്പ് എടുത്തിട്ടുണ്ട്. W1 നമ്മളൊരു വാള് കൂടെ വിളിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ട കാര്യമുള്ളൂ. എനിക്ക് സ്റ്റിയറിങ് വന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയെങ്കിൽ എന്നിട്ട് കമൻറ്റ് ചെയ്താൽ. എനിക്കെന്തായാലും അറിയാം. ഗായ്സ് അങ്ങനെ പറ്റും തോന്നുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.